അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹബഹുമാനമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾ സൂറത്ത് സജ്ദ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറ അൽ മുൽക്കാണ്. 29ാമത്തെ ജുസ്ഇലെ 1ാമത്തെ അധ്യായമാണ് സൂറത്ത് മുൽക്ക്. 67ാമത്തെ അധ്യായമാണ് സൂറത്ത് മുൽക്ക്. 30 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളെക്കുറിച്ച്, ശിക്ഷയെക്കുറിച്ച്, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ലഭിക്കാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ചും നരകശിക്ഷയെക്കുറിച്ചും പ്രകൃതി ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചൊക്കെ ഈ ഒരു സൂറത്തിൽ അള്ളാഹു പ്രതിപാദിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ സൂറത്തിന് വേറെയും ഒരുപാട് പ്രത്യേകതകളുണ്ട്. സൂറത്ത് സജ്ദയും സൂറത്ത് മുൽക്കും പാരായണം ചെയ്യാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാറുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ഹദീസുകൾ കാണാൻ പറ്റും. സൂറത്ത് മുൽക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു 30 ആയത്തുകൾ 30 വചനങ്ങളുള്ള ഒരു സൂറത്താണ് സൂറത്ത് മുൽക്ക്. സൂറത്തുൽ മുൽക്കിന് മുൽക്ക് എന്നതിന് പുറമെ സൂറത്ത് തബാറക്ക എന്നും സൂറത്ത് അൽ മാനിയ എന്ന പേരിലൊക്കെ ഈ സൂറത്ത് അറിയപ്പെടുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹുവിൽ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതായിട്ട് കാണാം: ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകുന്നതാണ് തബാറക്ക സൂറത്ത് എന്ന്. അതേപോലെ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു പറയുകയാണ്, ആരെങ്കിലും എല്ലാ രാത്രിയിലും തബാറക്കല്ലദീ ബിയദിൽ മുൽക്ക് എന്ന സൂറത്ത് പാരായണം ചെയ്താൽ ഖബറിലെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു അവർക്ക് രക്ഷ നൽകുന്നതാണ്. സൂറത്ത് മുൽക്ക് പാരായണം ചെയ്യുന്ന ആളുകൾ, അത് രാത്രി കിടക്കുന്നതിന് മുമ്പ് പാരായണം ചെയ്യുന്ന ആളുകൾ ഒരുപാട് പുണ്യങ്ങൾ നേടിയിരുന്നു എന്ന് കാണാൻ പറ്റുന്നതാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഇതിൽ എന്താണ്, സൂറത്ത് സജ്ദയും സൂറത്ത് മുൽക്കും പാരായണം ചെയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാറുണ്ടായിരുന്നില്ല എന്ന് കാണാൻ പറ്റുന്നു. അതേപോലെ അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 30 ആയത്തുള്ള ഒരു സൂറത്ത് ഖുർആനിലുണ്ട്. അത് അതിൻ്റെ വക്താവിന് പാപങ്ങൾ പൊറുക്കുന്നവരെ ഷഫാഅത്ത് ശുപാർശ ചെയ്തു. അതത്രേ തബാറക്ക സൂറത്ത് എന്ന്, അതായത് സൂറത്ത് മുൽക്ക്. ഒരുപാട് ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് വേറൊന്ന് ഇതിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 30 ആയത്തുകളുള്ള ഒരു സൂറത്ത് ഖുർആനിലുണ്ട്. അത് അതിൻ്റെ വക്താവിന് വേണ്ടി അള്ളാഹുവിനോട് തർക്കിക്കും, ആ വ്യക്തിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് വരെ. അതെത്ര തബാറക്ക ജുസ്. അങ്ങനെ ഒരുപാട് നമ്മൾക്ക് ഈ സൂറത്ത് മുൽക്കുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ പറ്റും. സൂറത്ത് മുൽക്ക് എല്ലാ രാത്രിയും പാരായണം ചെയ്യുന്നത് സുന്നത്താണ്. അതേപോലെ സൂറത്ത് മുൽക്ക് പാരായണം ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കുന്നതിന് കാരണമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഖബർ ശിക്ഷയും ഷഫാഅത്തും അതുപോലെ പാപമോചനവും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. ഇത്ര പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സൂറത്തിന്, അതായത് സൂറത്ത് മുൽക്കിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്നുള്ളത്. അള്ളാഹുവിൻ്റെ മുൽക്കിയത്തിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് കൊണ്ടാണ് ആരംഭിക്കുന്നത്. രാജാധിപത്യം യാതൊരുവൻ്റെ കൈവശമാണോ അവൻ നന്മ ഏറെ മഹത്വമേറിയവനാകുന്നു, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവൻ എത്രേ എന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ എന്ന ഒരു ആയത്തിലൂടെയാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് മുൽക്ക് ആരംഭിക്കുന്നത്. അപ്പോൾ അവസാനിക്കുന്ന ആയത്തും നമ്മൾ ഏറെ വേറെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ കണ്ടുവോ, അതായത് കുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യഅതികും ബിമാഇൻ മഈൻ എന്നാണ്. നിങ്ങൾ കണ്ടുവോ, നിങ്ങളുടെ വെള്ളം വറ്റിത്തീർന്നാൽ ആരാണ് നിങ്ങൾക്ക് ഒഴുകുന്ന ഉറവ, അതായത് വെള്ളം കൊണ്ടു തരിക, പറയുവിൻ. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ആ മുൽക്കിയത്ത് അള്ളാഹുവിൻ്റെ കയ്യിലാണ് മുഴുവൻ കാര്യങ്ങളുള്ളത് എന്ന് പറഞ്ഞ് അവസാനിക്കുമ്പോൾ നമുക്കൊക്കെ ഏറ്റവും ആവശ്യമായ വെള്ളത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കണം, കേവലം പാരായണത്തിൽ നിന്ന് മാറിയിട്ട് വിശുദ്ധ ഖുർആനിലേക്ക് ഇറങ്ങിക്കൊണ്ടിട്ടുള്ള ഒരു പഠനവും വായനയുമായിട്ട് മാറുക. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ പഠനം കഴിയുന്നതോടുകൂടി നമുക്ക് ലഭിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ അർത്ഥസഹിതമാണ് ഓരോ ആയത്ത് വെച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥവും ചെറിയൊക്കെ ആശയ
ബോധമൊക്കെ നമുക്ക് ലഭിക്കുന്ന രീതിയിലായിരിക്കുമല്ലോ നമ്മൾ പഠിക്കുക. അപ്പോൾ അത് പഠിച്ചു കഴിയുമ്പോൾ ആ ആയത്ത് ഓതുന്ന സമയത്ത് ഓരോ ആയത്തുകളിലൂടെ നമ്മൾ പോകുമ്പോഴും ആയത്തിൽ എന്നോട് എന്താണ് പറയുന്നത് എന്നുള്ള ഒരു ചിന്തയും ഒരു തദ്കിറത്തും ഒക്കെ അതിനെക്കുറിച്ചുള്ളൊരു ആലോചനയും ഒക്കെ ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം നമ്മൾ പാരായണം ചെയ്യുന്നത്. കേവലം പാരായണത്തിൽ നിന്ന് മാറ്റിയിട്ട് അതിലേക്ക് ഇറങ്ങിക്കൊണ്ട് പാരായണം ചെയ്യുക. അപ്പം നമ്മൾക്ക് അത് ശരിക്കും നമ്മൾ ആ ഒരു ആയത്ത് പാരായണം ചെയ്ത് നമസ്കരിക്കുന്ന സമയത്ത് ശരിക്കും ഉള്ളിൽ തട്ടും. അങ്ങനെ പാരായണം ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അല്ലാതെ ജസ്റ്റ് തബാറക്കല്ലദീ ബിയദിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഅകും ഗൗറ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത് കൊണ്ടായില്ല. പക്ഷെ ആ ആയത്തിൽ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ആ ഒരു മുൽക്കിയത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പം അള്ളാഹുവാണ് അലാ കുല്ലി ഷൈഇൻ ഖദീർ, മുഴുവൻ കാര്യങ്ങൾക്കും ആ കഴിവുള്ള അള്ളാഹുവിൻ്റെ കയ്യിലാണ് മുൽക്കിയത്തുള്ളത്, അതായത് അധികാരമുള്ളത് എന്ന് ആ ഒരു കാര്യങ്ങൾ പറയുമ്പോഴും ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമുക്ക് ആയത്തുകളിലേക്ക് പോകുമ്പോൾ വിശദമായിട്ട് പറയാം. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു സൂറത്തിനെ സമീപിക്കുക, കൃത്യമായിട്ട് ആയത്തുകളുടെ അർത്ഥവും ആശയമൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സൂറത്ത് പഠനം സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ അതിനൊക്കെ ഉപരിയായിട്ട് നാളെ പരലോകത്ത് നമുക്ക് ഏറ്റവും ഉന്നതമായ സ്വർഗം ലഭിക്കാനും പാപമോചനങ്ങളിൽ നിന്ന് രക്ഷ നേടാനും നരകശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കാനുമുള്ളൊക്കെ ഒരു വഴി ഈ ഒരു സൂറത്തായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ശാരീരികമാവും മാനസികവും സാമ്പത്തികവുമായിട്ട് എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു എല്ലാവർക്കും എളുപ്പത്തിൽ മാറ്റി കൊടുക്കുമാറാവട്ടെ. ഈ ഒരു സൂറത്ത് കൃത്യമായിട്ട് പഠിക്കാനും അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിത്യവും പ്രാർത്ഥനയിലും നിത്യവും പാരായണത്തിലുമൊക്കെ ഈ ഒരു സൂറത്ത് കൊണ്ടുവരാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആയത്ത് മുതൽ കൂടുതൽ വിശദമായി ഇതിനെക്കുറിച്ച് പഠിക്കാം. അള്ളാഹു നമ്മുടെ ഈ പഠനത്തെ സ്വാലിഹ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ വീഴ്ചകൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.